CXD ബ്രാൻഡിൻ്റെ D12 മിനി RC ട്രക്കാണിത്. ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഐറ്റം പുറത്തെടുക്കാം. ഇത് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റാണ്. അപ്പം ഇതിലധികം ഇൻഡിക്കേറ്റേഴ്സൊക്കെ ചൈനീസിലാണ് വരുന്നത്. പോസ്റ്റ് മാറ്റി വെക്കാം. അതുപോലെ തന്നെ കൂടെ റിമോട്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ സെറ്റ്. ഇതിൻ്റെ അക്സസറീസ് എല്ലാം സ്റ്റിക്കേഴ്സായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു യൂസർ മാനുവൽ, അതിനകത്ത് ചൈനീസിലും ഇംഗ്ലീഷിലും വരുന്നുണ്ട്. ജസ്റ്റ് മാറ്റി വെക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ള ഒരു ട്രക്കാണ്. ഫ്രണ്ടിലെ വീലിനൊക്കെ സിംഗിൾ സസ്പെൻഷനാണ്. അതുപോലെ തന്നെ ബാക്ക് വീലിന് സസ്പെൻഷൻ ഉണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പിന് ടയർ വരുന്നുണ്ട്. പിന്നെ ബാറ്ററി കമ്പാർട്ട്മെൻ്റാണ്. ഒരു 3.7 വോൾട്ടിൻ്റെ ബാറ്ററി വരുന്നുണ്ട്. റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ അത് തിരിച്ചിടാം. അത്യാവശ്യം ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലൊക്കെയാണ് ഐറ്റം വരുന്നത്. സസ്പെൻഷനൊക്കെ അടിപൊളി സസ്പെൻഷനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുണ്ടോ, ഇതിൻ്റെ ലൈറ്റ്, ഇതൊക്കെ ഇതിൻ്റെ കൂടെ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ്. നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. വൈപ്പർ, മിറർ, പിന്നെ അതുപോലെ തന്നെ ബാക്കിലെ ഗാർഡ്, ലൈറ്റിൻ്റെ സ്റ്റിക്കേഴ്സ്, ഇതെല്ലാം നല്ല അടിപൊളി. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം സ്റ്റിയറിങ്, അതുപോലെ തന്നെ നല്ലൊരു റിയൽ ലുക്ക് ആൻഡ് ഫീൽ ഉള്ള ഒരു ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ കളറും എടുത്ത് പറയേണ്ടതാണ്. നല്ലൊരു അടിപൊളി റെഡ് കളറ്. ഈ വണ്ടി വേറൊരു വെള്ള കളറിലും കൂടിയാണ് വരുന്നത്. ഇത് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്ന നേരം ബ്ലിങ്ക് ചെയ്യും ലൈറ്റ്. റിമോട്ട് കണക്ട് ചെയ്യാൻ മാത്രമാണ് അത് സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ കുഞ്ഞു റിമോട്ട് വരുന്നത്. പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ്, ത്രോട്ടിൽ. ഇതാണ് ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. 2 AA ബാറ്ററിയാണ്. പിന്നെ പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ്, പ്രൊപ്പോഷണൽ ത്രോട്ടിൽ. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ട്യൂണിംഗ് ആണ്. റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ. പിന്നെ സ്പീഡ് കൺട്രോളിംഗ് ആണ്. നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും, കുറക്കാനും പറ്റും. ആ ഒരു ബട്ടൺ. പിന്നെ ഓൺ ഓഫ് ആണ്. ഓൺ ചെയ്ത് തരാൻ കണക്റ്റായി. അപ്പം ലൈറ്റ് ബ്ലിങ്കിങ് നിന്നു. ഇനി എല്ലാം മാറ്റി വെക്കാം. ഇനി ഇതാണ് പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ് കണ്ടിൽ. അതുപോലെ തന്നെ പ്രൊപ്പോഷണൽ ത്രോട്ടിലാണ്. നമ്മൾ എത്രയാണോ ഫ്രണ്ടിലോട്ട് അല്ലെങ്കിൽ ബാക്കിലോട്ട് പ്രസ് ചെയ്യുന്നത് ആ ഒരു ഐറ്റത്തിനനുസരിച്ച് മാത്രമാണ് ഇത് മൂവ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ട്യൂണിങ് വരുന്നത്. നമ്മൾ ലെവൽ ചെയ്യുന്നതിനനുസരിച്ച് എവിടെയാണോ നിർത്തുന്നത് അതിനനുസരിച്ച് ഇതിലെ ഫ്രണ്ട് വീല് നിൽക്കും, ഏത് സൈഡിലോട്ടാണെന്ന് വെച്ചാൽ. നമ്മൾ ജസ്റ്റ് പയ്യൊന്ന് ഓടിച്ചു നോക്കാം. ഇതുണ്ടോ, ഇതിന് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതായത് നമ്മൾ ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്തിട്ട് ഉടനെ നമ്മൾ ബാക്കോട്ട്, അതായത് വീല് ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ബാക്കോട്ട് പ്രസ് ചെയ്യുന്ന നേരം അത് ബ്രേക്കായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പോഷണൽ 2 സൈഡിലോട്ട് റൈറ്റ് ലെഫ്റ്റ് ഒക്കെയാണ്. ജസ്റ്റ് ഓടിച്ച് നല്ല അടിപൊളി. ഇത് ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര നല്ല രസമാണ്. ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നൊക്കെ ഒരു ടൈപ്പ്. നമ്മളെ കുഞ്ഞുനാളിലൊക്കെ ഒരു ആഗ്രഹമാണല്ലോ ഇങ്ങനത്തെ ഒക്കെ ഓരോ റിമോട്ട് കാർ ഓടിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു സാധനമാണ്. അറൗണ്ട് 3K ഒക്കെയാണ് ഇതിന് പ്രൈസ് വരുന്നത്. 2,900 to 8K, ആ ഒരു 3K ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ നോർമലി RC കാറൊക്കെ പൊതുവെ ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പം വാങ്ങിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇതിൻ്റെ സസ്പെൻഷൻ ഒരു രക്ഷയില്ല. അത്യാവശ്യം സസ്പെൻഷൻ ഉണ്ട്. അതെല്ലാം നമ്മൾ ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്യുകയാണ്. പക്ഷേ നമ്മളിതിൽ വെയിറ്റ് ചെയ്തിട്ട് സസ്പെൻഷനും ഇതും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്, വണ്ടി വലിക്കുന്നുണ്ടോയെന്നൊക്കെ. പക്ഷേ വെയിറ്റ് വരുന്ന നേരം ഇത് വീലെല്ലാം ഭയങ്കരമായിട്ട് താഴോട്ട് പോകുന്ന കാരണം അത്ര മൂവ്മെൻ്റ് ഒന്നുമില്ല. കാരണം വീലെല്ലാം മുകളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഭയങ്കര വെയിറ്റ് ഒന്നും അത് താങ്ങില്ല. ഒരു ലിമിറ്റ് ഓഫ് വെയിറ്റ് മാത്രമാണ് ഇത് താങ്ങുന്നത്. നമ്മൾ ഐറ്റം മാറ്റിയിട്ട് കുറച്ചുകൂടെ വെയിറ്റ് കുറച്ചിട്ടതാണ്. എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം റിയൽ ടൈപ്പ് വണ്ടിയുടെ ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. അപ്പം ഏറെക്കുറെ ഇത്രയൊക്കെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബായ്.